ഭഗവാനെ, സമയം അടുത്തടുത്ത് വരുവാണല്ലോ. ഇന്നത്തെ ഫംഗ്ഷന് വരുന്ന നാഥൻ സാർ ആ ദുഷ്ടൻ മേഘനാഥനാണെന്ന് വലിയച്ചയ്ക്ക് അറിയുമില്ല. ഒന്നും അറിയാതെ അയാളുടെ മുമ്പിൽ പോയി പെട്ടാ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാ നാടകവും ഇന്നത്തോടെ അവസാനിക്കും, അത്ര തന്നെ. അത് പാടില്ല. വലിയച്ചോട് ഇപ്പൊ തന്നെ എല്ലാം തുറന്നു പറഞ്ഞാലോ? നീ ഇവിടെ എന്തെടുക്കോ? ചായ കുടിക്കുന്നില്ലേ? ഞാൻ വെറുതെ. വലിയച്ചി എവിടെ? കണ്ടില്ലല്ലോ. ചേച്ചിയും ചേട്ടനും ഫംഗ്ഷന് പോകാനുള്ള ഒരുക്കത്തിലല്ലോ. കുറെ ദിവസം കൂടി ഇന്നാ ആ മുഖം ഒന്ന് തെളിഞ്ഞു കാണുന്നേ. വലിയ ഹാപ്പിയില്ല നിന്റെ വലിയച്ചി. ഒരുപാട് സന്തോഷിച്ചാ അതിലിരട്ടി സങ്കടപ്പെടേണ്ടി വരുമെന്നാ പറയാറ്. സത്യം പറഞ്ഞ ഞാനിപ്പോ ഓർത്തോണ്ടിരുന്നത് മറ്റൊരു കാര്യമാ. നമ്മൾ അന്നൊരു ദിവസം മേഘനാഥനെയും ഭവാനിയമ്മയും കണ്ടിരുന്നില്ലേ? ആ കാര്യം ചേച്ചിയോട് പറഞ്ഞാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ ഭഗവാനെ, നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ? അന്നേ നമ്മള് ശപഥം ചെയ്തതല്ലേ ഇത് മറ്റാരും അറിയരുതെന്ന്. നീ മറന്നു അതെല്ലാം? മറന്നിട്ടല്ല, നമ്മൾ പറയാതിരുന്നിട്ട് ചേച്ചി അയാളുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാലോന്ന് ആലോചിച്ചിട്ടാ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാ മതി. അതല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടു എന്നെങ്ങാനും പറഞ്ഞ പിന്നെ ചേച്ചിയുടെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അതോടെ തീരും ഈ സന്തോഷവും സമാധാനവും എല്ലാം. പിന്നെ ഒരിക്കലും ചേച്ചിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ലെന്നുള്ളത് ഉറപ്പാ. ചേച്ചിക്ക് മാത്രമല്ല, നമുക്കും. എനിക്കറിയാം, പക്ഷേ ചേച്ചി അയാളുടെ മുന്നിൽ ചെന്ന് പെടുമെന്നൊരു തോന്നല്. എന്നുവെച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? ഞാനിത് പറഞ്ഞ കുഞ്ഞേച്ചി കൂടി വിഷമിക്കേണ്ടി വരുമല്ലോ ഈശ്വര. എന്താണെങ്കിലും നീ എന്നോട് പറ. കുഞ്ഞേച്ചല്ലേ ചോദിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ അതുപോലൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വല്യേച്ചി അയാള്. അയ്യേ, കുഞ്ഞോള് കരയുവാണോ? നോക്കി, നീ വിഷമിക്കാതെ. പണ്ട് അയാളെ കണ്ട കാര്യം ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ടാ ഇങ്ങനത്തെ ദുർചിന്തകളൊക്കെ തോന്നുന്നത്. വല്യേച്ചി അയാൾ എന്തെങ്കിലും ചെയ്ത? ഒരിക്കലുമില്ല. തൃപ്പങ്ങോട്ട വാസുദേവന്റെ മക്കളാ നമ്മള്. സുഭദ്രാമ വളർത്തിയ മിടുക്കികൾ. നമ്മൾ ഒരിക്കലും തോറ്റുപോവില്ല എന്ന് വേണം വിചാരിക്കാൻ. മേഘനാഥനുമായി നേരിൽ കാണേണ്ട ഒരു സന്ദർഭം വന്നാൽ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് തന്നെ അതിനെ നേരിടാൻ പറ്റുമെന്ന് സ്വയം ധൈര്യപ്പെടുത്തണം. ഇനി നമ്മളായിട്ട് വല്യേച്ചിയോട് ഒരു കാര്യവും പറയാൻ പാടില്ല. ആ സന്തോഷം കെടുത്തി കളഞ്ഞൂടാ. ഇനി ഇപ്പൊ അയാള് ചേച്ചിയെ കണ്ടുമുട്ടുമെന്ന് തോന്നിയാൽ ചേച്ചി അറിയാതെ തന്നെ നമ്മൾ പ്രതിരോധിക്കണം. മനസ്സ് വെച്ചാ എനിക്ക് നിനക്കും അതിന് കഴിയും. മനസ്സ് വയ്ക്കും നമ്മള്. എന്താ, ശരിയല്ലേ? ആ, ശരി ശരി. നീ ക്ലാസ്സിന് പോകാൻ നോക്ക്, സമയം കളയണ്ട. വല്യേച്ചി ആ ഫംഗ്ഷനിൽ പങ്കെടുക്കണം. പക്ഷേ അയാളെ കാണാനും പാടില്ല. അതിനെന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ.
ആ ഉപേന്ദ്രവർമ്മ സാറ് ഇതാ അവിടെ നിൽക്കുന്നു. ആ ഇതേ എവിടെ? സാർ ആ ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. യെസ്, എന്തുണ്ട് വിശേഷങ്ങൾ? വേറെ ആരും വന്നില്ലേ കൂടെ? വരുന്നുണ്ട് സാർ. അനുജനും അനുജത്തിയും വരുന്നുണ്ട്. അവരുടനെ എത്തും. കൊള്ളാം. എങ്ങനെയുണ്ട്? ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ടോ? കുറവാണ് സാർ. ഒരുമാതിരി കാര്യങ്ങൾ നടന്നു പോകുന്നെന്ന് മാത്രം. ഉം, ഹൈ കോമ്പറ്റീഷനാ. ഉം. എല്ലാ മേഖലയിലും കടുത്ത മത്സരമാണ്. പലപ്പോഴും വിജയിക്കുന്നത് ഗുണം കൊണ്ടല്ല, പരസ്യം കൊണ്ടാണെന്നാ പറയാറ്. പ്രസാദിന്റെ ഇവന്റ് മാനേജ്മെന്റ് നല്ലതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഞാനത് മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾക്കത് പെട്ടെന്ന് ബോധ്യപ്പെടണമെന്നില്ല. അയാൾക്ക് ബോധ്യം നന്നായി പരസ്യം ചെയ്ത് ഷോ കാണിക്കുന്ന മറ്റൊരു കമ്പനിയായിരിക്കും. അറിയാം സാർ, ഞങ്ങൾ കുറച്ചു നാളായി ഫേസ് ചെയ്യുന്നൊരു വിഷയമാണത്. ഇനി ഞങ്ങൾ ഇറങ്ങേണ്ടി വരും വല്ല ഫിലിം സ്റ്റാർസിനെ വെച്ച് ഷോ റീൽ ചെയ്യാൻ. പക്ഷേ പണം ഒരു വിഷയമാണ്. അതെ, പക്ഷേ പണം എറിഞ്ഞാലേ പണം വരൂ. ചൂണ്ടയിൽ ഇര കോർത്ത് മീൻ പിടിക്കുന്നത് പോലെ ഒരു സംവിധാനം അതുണ്ടെങ്കിലേ ഇക്കാലത്ത് വിജയിക്കാനാകൂ. ഈ അവാർഡ് അത്തരത്തിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ തരുന്നതായി കരുതിയാ മതി. നിങ്ങളത് അർഹിക്കുന്നുമുണ്ട്. വരൂ, അകത്തേക്കിരിക്കാം. അതെ, എല്ലാവരും വരൂ. ആ വരൂ. മേഘനാഥന്റെ കാറ് ഇവിടെയൊന്നും കാണുന്നില്ല. ആളെത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അടിപൊളി. നീ ഇവിടെ നിൽക്ക്. ഞാൻ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഫോട്ടോയും വീഡിയോയും ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് വരാം. എന്നിട്ട് വേണം ഈ ഫംഗ്ഷൻ നമുക്കൊരു റീലാക്കി ചേട്ടനും ചേട്ടത്തിക്ക് സമ്മാനിക്കാം. ഹലോ, ആര്യാന്തർജനം, താനെന്താണോ ഇവിടെ? ഹലോ സതീഷ്, ഇതൊരു പ്ലസന്റ് സർപ്രൈസ് ആണല്ലോ. നീ എന്താ എവിടെ കിടന്ന് ഇറങ്ങുന്നേ? ഞാനിവിടെ സ്റ്റേജ് ഡെക്കറേഷനിലും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലും എല്ലാത്തിലും കൂടി ചേർന്ന് ഒരു സകലകലാ വല്ലഭനായിട്ട് ജോലി നോക്കുക. ഇന്നിവിടെ ഒരു അവാർഡ് ദാന പരിപാടിയാ. കാപ്പിയുടുകൾ സൽക്കാരമൊക്കെ ഉണ്ട്. അപ്പോഴാ ക്യാൻറ്റീൻ മാനേജർ പറഞ്ഞത് തേയില തീർന്നെന്ന്. ഞാൻ അത് വാങ്ങിച്ചോണ്ട് വരിക. ഇനി നീ പറ, എന്താ ഇവിടെ? ഇന്നിവിടെ സമ്മാനിക്കുന്ന യുവ സംരംഭകർക്കുള്ള അവാർഡ് എന്റെ ചേച്ചിക്കും ചേട്ടനുമാ. അവരുടെ കൂടെ വന്നതാ ഞാൻ. ആ, അടിപൊളി. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനിവിടെ നക്കാപ്പിച്ച കിട്ടാൻ അടുക്കള പണിക്ക് വരുമ്പോ നീ അവാർഡ് ചേച്ചിയുമായിട്ട് വരുന്നു. നിന്റെയൊക്കെ സമയം പോട്ടേടി. ആ, അവാർഡ് ശില്പം ഓഡിറ്റോറിയത്തിൽ നിന്ന് ചുമന്ന് വീട്ടിൽ കൊണ്ടുവരാൻ ആള് വേണമെങ്കിൽ പറയണം. 4 കാശ് കിട്ടിയാ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാ. ആയിക്കോട്ടെ. ശരി. നമുക്ക് പോവാം. ഹരിയേട്ട പൊക്കോ. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പത്രക്കാരിയാ. അവാർഡ് വാർത്തയാക്കി കളയാം. ശരി, അപ്പോ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞേക്ക്. ശരി. ആ ചെകുത്താൻ ഇപ്പൊ ഇങ്ങ് എത്തുമല്ലോ. എന്ത് ചെയ്യണമെന്നൊരു ഊഹം ഇല്ലല്ലോ ഈശ്വര. വഴി.
ആരത്? അല്ല, എങ്ങോട്ട് പോവാ രാവിലെ തന്നെ? ഒരു ടെസ്റ്റ് ഉണ്ട് പുഷ്പൻ ചേട്ടാ. അറിഞ്ഞൂടാത്ത സ്ഥലമാ. MMRHS ഏതോ ഒരു സ്കൂള്. നേരത്തെ പോയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അയ്യോ, അങ്ങനെയാണെങ്കിലേ മോള് നിൽക്ക്, ഒറ്റയ്ക്ക് പോണ്ട. മുരളി ഉണ്ടല്ലോ ഇവിടെ. അവൻ ഈ സ്കൂളുകളും സ്ഥലങ്ങളും എല്ലാം അറിയാമായിരിക്കും. ഓട്ടോ ഓടുന്നതല്ലേ, ഞാൻ അവനെ വിളിക്കാം. അതെ, ബസ് കാത്തുനിന്ന് കയറി ഇറങ്ങി പോകുന്നതിലും നേരത്തെ അവൻ കൊണ്ടാക്കും. ആ, മോൾ അല്പം വെയിറ്റ് ചെയ്യും. അല്ല പുഷ്പൻ ചേട്ടാ, അത് പിന്നെ മോളൊന്നും പറയണ്ട, അവൻ വരും. ഞാനല്ലേ പറയുന്നത്. ആ, ഡാ മുരളി, നോക്ക്, ആരതിക്കൊരു ടെസ്റ്റ്. സിറ്റിക്ക് പുറത്തുള്ള ഏതോ ഒരു MMRHS സ്കൂളാണ് സെന്റർ. അവൾ ഒറ്റയ്ക്ക് പോയാൽ വല്ലാതെ ചുറ്റിപ്പോവും. നീ ഒന്ന് അവിടെ കൊണ്ടാക്കിയിട്ടെ ടെസ്റ്റ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാ. ഏയ്, എനിക്ക് നേരമല്ലേ പോവാൻ. ബാക്കിയുള്ളവരോട് അലക്കുന്ന നീളമുള്ളൊരു നാവുണ്ടല്ലോ അവൾക്ക്, അതങ്ങ് നീട്ടി പിടിച്ചാൽ മതി. അതിലൂടെ അങ്ങ് എത്തുമെന്ന് അവളോട് പറഞ്ഞേര്. അതെ, നീ വലിയ ന്യായമൊന്നും പറയണ്ട. അവള് പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്നത്. പോകാൻ ഇറങ്ങി അവളെ ഞാൻ അവിടെ പിടിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുക. നീ ഒന്ന് വന്നേ. ഒന്നുമില്ലാലും നിന്റെ ഭാര്യയല്ലേ അവള്. വാ വാ വാടാ. ഭാര്യ എന്നെ കൊണ്ട് വായ തുറപ്പിക്കുന്ന പുഷ്പചേട്ടൻ പോകാൻ നോക്ക്. പുഷ്പചേട്ടന്റെ പണി നോക്ക്. ഇത് പുഷ്പചേട്ടന്റെ പണിയാടാ. ഈ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരാനുള്ള ഏത് പണിയും ഈ പുഷ്പചേട്ടന്റെ പണിയാ. നീ വാ പ്ലീസ്, വാ. എനിക്ക് വേണ്ടെങ്കിലും ഇന്നത്തേക്ക് ഒരു ദിവസം അവളെയും കൂട്ടി അതുവരെ പോയി ടെസ്റ്റ് എഴുതിയിട്ട് തിരിച്ചു കൊണ്ടുപോവാ പ്ലീസ്. ഞാൻ വാക്ക് കൊടുത്തു പോയടാ, പ്ലീസറാ. ശല്യം. വാ. അവളെവിടെ? കാണുന്നില്ലല്ലോ. പോയിന്ന് തോന്നുന്നു. ആ, ഇപ്പൊ മനസ്സിലായല്ലോ തനി സ്വഭാവം. എന്റെ ചേട്ടാ, അഞ്ജലി ചേച്ചി ഇവളെയും പെറ്റത് ഒരേ അമ്മ തന്നെയാണോ എന്നാ എന്റെ സംശയം. അതെന്താ നീ എങ്ങനെ പറയുന്നത്? അല്ല, രണ്ടുപേരുടെ സ്വഭാവത്തിലെ വ്യത്യാസം കണ്ട് പറഞ്ഞു പോയതാണ്. കൈ പൊങ്ങാത്തവനും അഞ്ജലി ചേച്ചിയുടെ പെരുമാറ്റം കണ്ട കൈ കൂപ്പി തൊഴുതു പോകും. പക്ഷെ ഇവളുടെ ഇങ്ങനെ ഒരു പെരുമാറ്റം കണ്ട കൈ പൊങ്ങാത്തവൻ പോലും കൈ പൊക്കി അടിച്ചു പോകുമെന്ന് ഉറപ്പാണ്. ഓരോരോ ജന്മങ്ങള്. കഷ്ടം. വരൂ, ഇരിക്കൂ. സർ, മീറ്റിംഗ് തുടങ്ങാൻ സമയം ഓൾറെഡി ലേറ്റാണ്. നാഥൻ സാറ് ഇതുവരെ എത്തിയില്ല. നാഥൻ എന്നെ വിളിച്ചിരുന്നു. അയാൾ ഓൺ ദ വേയാ. 10-15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അയാൾ വരുന്നവരെ കാത്തു നിൽക്കണ്ട, നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ശരി സർ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനായി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വരൂ. ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിനായി എക്സ് മേയറും നമ്മുടെ സംഘടനയുടെ ചീഫ് പേട്രനുമായ ശ്രീമാൻ ഉപേന്ദ്രവർമ്മ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ. നമുക്കേറെ സന്തോഷം പകരുന്ന ഒരു ദിവസമാണിന്ന്. വളരെ വർഷങ്ങളായി നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു കർമ്മമാണ് നമ്മുടെ പരിസരത്ത് തന്നെയുള്ള യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ അവാർഡ് നൽകുക എന്നുള്ള കാര്യം. മുൻപ് ഞാനിവിടെ മേയറായിരുന്നപ്പോൾ തുടങ്ങിയ ചെറിയൊരു ശ്രമമാണ്. ഇന്നിപ്പോൾ വളരെ വലുതായി കഴിഞ്ഞു. അതിന് നിങ്ങൾ ഓരോരുത്തരും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് ഭാഗമായി ആദ്യം ഭദ്രദീപം തെളിയിക്കാം.
ഈശ്വര, അയാൾ ഇപ്പൊ തന്നെ വന്നിറങ്ങി അകത്തേക്ക് പോവല്ലോ. അവിടെ സ്റ്റേജിൽ കയറും മുമ്പ് അയാൾ ചേച്ചിയെ കാണും. കണ്ടാൽ എന്റെ ഭഗവാനെ, ഈ അപകടത്തിൽ നിന്ന് ചേച്ചിയെ രക്ഷിക്കാൻ ഒരു വഴി കാണിച്ചു തരണേ. ഡി, ചേച്ചിക്ക് അവാർഡ് കൊടുക്കുന്ന കാണാൻ പോവാതെ നീ എന്തിനാ പുറത്ത് വായി നോക്കിയിരിക്കുന്നേ? കൊള്ളാം, ഭഗവാൻ എനിക്കായി അയച്ചു തന്ന വഴിയായിരിക്കും ഇവൻ. ഡാ, നിനക്കിത് നല്ല ടിപ്പ് കിട്ടുന്ന ഒരു കൊട്ടേഷൻ തരട്ടെ, എന്തു പറയുന്നു? പൊട്ടിക്കേ, കേക്കട്ടെ. വാ. നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓ, അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ല. 2-3 ഗൈഡുകളുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി പത്രങ്ങളൊക്കെ ഒന്ന് വായിക്കും, അത്ര തന്നെ. ഞാനൊരു കോച്ചിങ് ക്ലാസ്സിൽ പോയിരുന്നു. അതുകൊണ്ടൊന്നും വലിയ ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താ പറ്റി? എന്തോ വണ്ടി ഓഫായി. വണ്ടിക്ക് ഓഫാവാൻ കണ്ട സമയം. ഇത് വലിയ പുലുവാലായല്ലോ. ദേ നോക്ക്, മണി 9:30 ഇനിയും വൈകിയാ നമ്മൾ സമയത്തിന് അവിടെ എത്തില്ല. നാശം, വണ്ടിക്ക് ഓഫാവാൻ കണ്ട സമയം. എന്തു പറ്റി? വണ്ടി ഓഫായി ചേട്ടാ. മാറ്, ഞാനൊന്ന് നോക്കട്ടെ. രക്ഷയില്ല, മെക്കാനിക്കിനെ കാണിച്ചെങ്കിൽ ഇതിനി അനങ്ങും. അയ്യോ, ടെസ്റ്റ് സമയമില്ല ചേട്ടാ. ഞങ്ങളെ ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിടുവോ? ആരതി വാ, നമുക്ക് ഈ ഓട്ടോയിൽ പോവാം. തിരിച്ചു വരുമ്പോ ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ച് കാണിക്കാം. വാ, കേറി പോവാം. ഇവനൊക്കെ എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഹയർ സെക്കൻഡറി സ്കൂളെന്നും പറഞ്ഞ് നമ്മളെ കയറ്റും. കൊണ്ടുപോകുന്നത് വല്ല കടപ്പുറത്തോ ഹോട്ടൽ മുറിയിലോ ആയിരിക്കും. വാ, നമുക്ക് ബസ്സിൽ പോവാം. നീ എന്തൊക്കെയാ ആരതി പറയുന്നേ? ബസ്സിൽ പോയാൽ നമ്മൾ എത്തില്ല. ഈ റൂട്ടിലെ കാര്യമൊക്കെ നിനക്കും അറിയാലോ. ഇനിയൊരു ബസ് എത്ര മണിക്ക് വരുമെന്ന് പറയാനാവില്ല. വാ, വന്ന് കേറ്. പെങ്ങളെ, ആ കൊച്ചു കേറുന്നില്ലെങ്കിൽ കേറണ്ട. നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതണമെങ്കിൽ കേറിക്കോ, ഞാൻ അവിടെ വിടാം. ഒരു മിനിറ്റ് ഏട്ടാ. ആരതി, ഞാൻ പോകുന്നു. നീ ബസ് വരുന്നവരെ കാത്തു നിന്നിട്ട് ബസ്സിൽ കയറി 11:30 മണിയാകുമ്പോൾ അവിടെ വാ. ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് തിരിച്ചു വരാം. പോവാൻ ചേട്ടാ. എന്നു മുതലാടി നിനക്ക് ഓട്ടോറിക്ഷയുടെ ഇത്ര പക? ആ, ഓട്ടോറിക്ഷയോട് പകയൊന്നും ഇല്ലടി. പക്ഷെ ചില ഓട്ടോക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാൽ ഈ ചേട്ടൻ അങ്ങനത്തെ ആളല്ല, വിശ്വസിക്കാം.
ഏയ്, കയ്യിലൊരു ട്രേ പോലും കൊണ്ടു നടക്കാൻ കഴിവില്ലാത്ത നിനക്ക് സപ്ലൈ ജോലി തന്ന ആരാണ്? യൂസ്ലെസ് ഫെലോ, ഇഡിയറ്റ്. സോറി സാർ, അറിയാതെ പറ്റിയതാ. നിന്റെ ഒരു സോറി. പിന്നെ അറിഞ്ഞോണ്ട് ആരെങ്കിലും മറ്റൊരാളുടെ ദേഹത്തോണ്ട് ഒഴിക്കോ? സാർ അവിടെ വാഷ്റൂം ഉണ്ട് സാർ, അങ്ങോട്ട് പോയിന്ന് കഴുകിയാൽ.